നമസ്കാരം. തിരുവനന്തപുരം ശ്രീകാര്യത്ത് കോടികളുടെ ഓൺലൈൻ ലോൺ ആപ്പ് തട്ടിപ്പ് കേന്ദ്രം പൂട്ടി സിറ്റി പോലീസ്. ഉത്തരേന്ത്യക്കാരായ 18 പേർ കസ്റ്റഡിയിൽ. കമ്പ്യൂട്ടറുകളും ഡാറ്റകളും പിടിച്ചെടുത്തു. വ്യാജ ആപ്പുകൾക്കെതിരെ കടുത്ത ജാഗ്രതാ നിർദ്ദേശവുമായി പോലീസ്. തിരുവനന്തപുരം നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് വൻകിട വ്യാജ ലോൺ ആപ്പ് തട്ടിപ്പ് സംഘത്തെ സിറ്റി ഡാൻസ് ഓഫ് സംഘം വലയിലാക്കി. ശ്രീകാര്യം കേന്ദ്രീകരിച്ച് അതീവ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന കോൾ സെന്റർ മോഡൽ തട്ടിപ്പ് കേന്ദ്രമാണ് പോലീസ് മിന്നൽ പരിശോധനയിലൂടെ പിടികൂടിയത്. വൻ തുക ശമ്പളമായി നൽകി ജോലിക്ക് നിർത്തിയിരുന്ന 18 ഉത്തരേന്ത്യൻ സ്വദേശികൾ ഉൾപ്പെടെയുള്ള വലിയൊരു സംഘമാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. തട്ടിപ്പിനായി ഇവർ സജ്ജമാക്കിയിരുന്ന 50ഓളം കമ്പ്യൂട്ടറുകളും അനുബന്ധ ഡിജിറ്റൽ ഉപകരണങ്ങളും പോലീസ് സ്ഥലത്തുനിന്നും കസ്റ്റഡിയിലെടുത്തു. പ്രധാനമായും അമേരിക്കയിലുള്ള മലയാളി പ്രവാസികളെയും മറ്റ് വിദേശികളെയുമാണ് ഇവർ തട്ടിപ്പിനായി ലക്ഷ്യമിട്ടിരുന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. വിദേശികളിൽ നിന്ന് മാത്രം ഇവർ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് സൂചന. കമ്പ്യൂട്ടറുകൾ പരിശോധിച്ചപ്പോൾ പ്രധാനമായും അമേരിക്കൻ മലയാളികളുടെ വിവരങ്ങളാണ് ഡാറ്റാബേസിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞത്. ഈ കേന്ദ്രത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിൽപ്പനയും നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലം നിരീക്ഷണത്തിലാക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിലാണ് അന്താരാഷ്ട്ര തലത്തിൽ വേരുകളുള്ള വൻ സാമ്പത്തിക തട്ടിപ്പ് സ്ഥാപനത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. പരിശോധന നടക്കുമ്പോൾ കെട്ടിടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച തട്ടിപ്പ് സംഘത്തിലെ പ്രധാനിയെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ചാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. അതേസമയം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്, ടെലഗ്രാം തുടങ്ങിയ ജനപ്രിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും വ്യാജ വെബ്സൈറ്റുകളും SMS വഴിയും ഇത്തരം വ്യാജ വായ്പാ ഓഫറുകൾ നൽകുന്ന സംഘങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓൺലൈനിൽ കാണുന്ന വ്യാജ പരസ്യങ്ങളിൽ വീഴുന്ന സാധാരണക്കാരെ അംഗീകൃത സ്ഥാപനങ്ങളുടേതിന് സമാനമായ വ്യാജ APK ഫയലുകൾ ഡൗൺലോഡ് ചെയ്യാൻ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കുകയാണ് ആദ്യഘട്ടത്തിൽ ചെയ്യുന്നത്. ഇത്തരത്തിൽ ആപ്പുകൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന നിമിഷം തന്നെ മൊബൈലിലെ വ്യക്തിഗത വിവരങ്ങൾ, ഫോൺ കോൺടാക്റ്റുകൾ, സന്ദേശങ്ങൾ, കോൾ ലോഗുകൾ, ക്യാമറ, മൈക്രോഫോൺ, ലൊക്കേഷൻ, സ്റ്റോറേജ് എന്നിവ പൂർണ്ണമായും നിയന്ത്രിക്കാനുള്ള അനുമതി ഇവർ കൈക്കലാക്കുന്നു. തുടർന്ന് വായ്പ നൽകാനെന്ന പേരിൽ ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകൾ, പാൻ കാർഡ്, ചിത്രങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, തൊഴിൽ രേഖകൾ എന്നിവ ആപ്പ് വഴി അപ്ലോഡ് ചെയ്യിക്കും. രേഖകൾ ലഭിച്ചു കഴിഞ്ഞാൽ വായ്പ അനുവദിച്ചതായി വ്യാജ സന്ദേശം അയച്ച് വിശ്വാസ്യത നേടിയെടുക്കാൻ ചെറിയൊരു തുക അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്നാൽ ഭൂരിഭാഗം സന്ദർഭങ്ങളിലും വാഗ്ദാനം ചെയ്ത വായ്പാ തുക അക്കൗണ്ടിലേക്ക് നൽകില്ല. പകരം പ്രോസസ്സിംഗ് ഫീ, GST, ഇൻഷുറൻസ് വെരിഫിക്കേഷൻ ചാർജ്, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, അക്കൗണ്ട് ആക്ടിവേഷൻ ഫീ തുടങ്ങിയ വിവിധ പേരുകൾ പറഞ്ഞ് പണം തട്ടിയെടുക്കാൻ തുടങ്ങും. ആവശ്യപ്പെടുന്ന പണം നൽകിയാലും വീണ്ടും പുതിയ കാരണങ്ങൾ പറഞ്ഞ് കൂടുതൽ തുക കൈക്കലാക്കിയ ശേഷം തട്ടിപ്പുകാർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കടന്നു കളയുകയാണ് പതിവ്. മാത്രമല്ല, കൈവശപ്പെടുത്തിയ ആളുകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ലൈംഗികമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ക്രൂരമായ രീതിയും ഇവർക്കുണ്ട്. എന്തായാലും വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയും സ്മാർട്ട് ഫോണും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. വലിയ രീതിയിലുള്ള വ്യാജന്മാർ നമ്മുടെ ചുറ്റുമുണ്ട്. കരുതിയിരിക്കാനാണ് പോലീസ് നൽകുന്ന നിർദ്ദേശം.